ഹായ് ഫ്രണ്ട്സ്, ഊണിനൊപ്പം സെർവ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ബീൻസ് മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായി നമുക്ക് ആവശ്യമുള്ള ബീൻസ് നന്നായി കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെക്കുക. ആവശ്യത്തിന് ഒരു മീഡിയം സവോള കട്ട് ചെയ്തിട്ട്, അതുപോലെ തന്നെ ഒരു പച്ചമുളക്, തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ അതുകൂടെ നമുക്ക് ചെയ്യാം. പിന്നീട് നമ്മൾ ഒരു ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ചീനച്ചട്ടി അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞുരുളി അതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ഒഴിക്കണം, അതിലേക്ക് കടുകിടുക. ആവശ്യത്തിന് കടുകിട്ട് അത് നന്നായി പൊട്ടിയ ശേഷം ഒരു തണ്ട് അല്ലെങ്കിൽ 2 തണ്ടോളം കറിവേപ്പില പൊടി അതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം വേണം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാക്കൊത്തൂടെ ആഡ് ചെയ്ത് എണ്ണയിലൊന്ന് ഒരു ചെറിയൊരു ബ്രൗണിഷ് കളർ ആകുന്നിടം വരെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഒന്ന് മിക്സ് ആയ ശേഷം അതിലെ ബ്രൗണിഷ് കളർ വന്നതിന് ശേഷം നമ്മളൊരു മീഡിയം സൈസ് സവോള അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സവോള നമുക്ക് ഇതിപ്പോൾ നമ്മളൊരു 4-5 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ്. അതിനൊരു മീഡിയം സൈസ് സവോള മതിയാവും. അല്ലെങ്കിൽ ഒരു 2 സവോളയോളം കൂടുതൽ നമുക്ക് എടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഒരു പച്ചമുളക് 2ആയിട്ട് കീറിയിടാവുന്നതാണ്. അത് എരിവിനനുസരിച്ച് വേണം നമുക്കിടാൻ. നമുക്കിനി എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒരെണ്ണം കൂടെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. സവോളയും ഒരു ബ്രൗണിഷ് ആയിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് 1 സ്പൂണോളം ഉപ്പിടുക, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. അതിനുശേഷം സവോളയും എണ്ണയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ മിക്സ് ചെയ്യുന്ന സമയത്തെല്ലാം നമ്മുടെ ഫ്ലെയിം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇടാവുള്ളൂ. കാരണം തീ കൂടിപ്പോയാൽ അടിയിൽ പിടിക്കും, പെട്ടെന്ന് കരിയും. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബീൻസ് അതുകൂടെ പാനിലേക്ക് ആഡ് ചെയ്യണം. പിന്നീട് നന്നായിട്ട് ബീൻസും സവോളയും എണ്ണ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. പിന്നീട് നമുക്കൊരു 2 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ അതൊന്ന് ജസ്റ്റ് മിക്സായി ഒന്ന് വേകാൻ വേണ്ടിയിട്ട്, ബീൻസിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടൊന്ന് വെക്കണം. പിന്നീട് 2 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നമ്മുടെ കയ്യിൽ ഒരല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം. അതിന് കറക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ മതിയാകും, ഒരു ടീസ്പൂൺ മതിയാകും നമുക്ക് വെള്ളം. ഒരുപാട് വെള്ളമായാലും പെട്ടെന്ന് അങ്ങ് അവിഞ്ഞു പോകുന്ന പോലാകും. പിന്നീട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി അടച്ച് ഒരു 4-5 മിനിറ്റത്തേക്ക് വേവിക്കാൻ വേണ്ടി വെക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പം നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ബീൻസ് മെഴുക്ക് പുരട്ടി റെഡിയായി കിട്ടും. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം കമൻറ്റ് ബോക്സിലൂടെ നമ്മളെ അറിയിക്കാവുന്നതാണ്. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു. ബൈ ബൈ.